എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വിക്രമിൻ്റെ വരവാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വേദ ഉമ്മറത്ത് ഇരിക്കുകയാണ്. ചോദിക്കുന്നുണ്ട്, എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വേദ. പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കാതെ നമ്മുടെ വിക്രം നേരെ അകത്തേക്ക് പോവാണ്. എന്നിട്ട് അമ്മേനെ കാണാനുള്ള ധൃതിയിലാണ് പോണത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇപ്പോൾ കാണണ്ടെന്ന് പറയുമ്പോൾ വിക്രം ചൂടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയെ കാണണ്ടെന്ന് പറയും, നീ ആരാണെന്ന്. വേദ പറയുന്നുണ്ട്, ഇപ്പോൾ കാണണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, അമ്മ ഇപ്പോൾ ഒന്നും ഉറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുകയാണെങ്കിൽ അച്ഛൻ ബഹളം വയ്ക്കും, അപ്പോൾ അമ്മ ഉറങ്ങി എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം വിഷമിച്ചിട്ടാണെങ്കിലും റൂമിലേക്ക് പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നാലെ വേദ ചെല്ലുന്നുണ്ട്. എന്നിട്ട് കുറേയൊക്കെ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശിക്കാനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ എനിക്ക് ഒരുപാട് പേരുടെ ഉപദേശിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നന്നായി ചൂടാവുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതിൻ്റെ ഫലങ്ങളൊക്കെയാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ തളർത്താൻ നോക്കുകയാണ്, നിങ്ങളെ ഒന്നും അല്ലാണ്ടാക്കി കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. നിയമത്തിൻ്റെ വഴിയെ പോകണം എന്നൊക്കെയാണ് നമ്മുടെ വേദ ഉപദേശിക്കുന്നത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നട്ടിലുള്ള ആണുങ്ങൾക്ക് അതിനൊന്നും കാത്തു നിൽക്കാൻ സമയം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നട്ടിലുള്ള ആണുങ്ങളുടെ നട്ടലിൻ്റെ ബലം നോക്കി പോകുമ്പോൾ വീട്ടിലുള്ളവരുടെ ആയുസിൻ്റെ കാര്യം കൂടി നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വേദയും ചൂടാവുന്നുണ്ട്. അവസാനം വേദ റൂമിൽ നിന്ന് പോവാണ്. എന്നിട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, അമ്മ ഉണങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വരാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് അമ്മ വരുന്നുണ്ട്. അമ്മ വളരെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. വിക്രമിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് വിക്രം സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം, തൽക്കാലം വേദ പറഞ്ഞത് തന്നെയാണ് ശരി, നിയമത്തിൻ്റെ വഴിക്ക് പോകാം, അല്ലാതെ വിക്രം ഇപ്പോൾ ഇതിൽ ഇടപെടണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം ഉണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷ് പച്ചക്കറിയൊക്കെ പറക്കി തോട്ടത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ എന്നിട്ട് ഭാര്യ വിളിക്കുന്നുണ്ട്, ഇതകത്ത് കൊണ്ടുവയ്ക്കാൻ പറയണ്ട. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളിതുവരെ കുളിച്ചില്ലേ, നമുക്കൊന്ന് അമ്പലത്തിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് നോക്കി ശ്രീജയനെ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുമ്പോൾ മുമ്പ് വരുന്നത് നമ്മുടെ വേദയാണ്. വേദയെ കണ്ടപ്പോൾ മാഷിൻ്റെ മുഖം പോകുന്നുണ്ട്. വേദയോട് അമ്മ പറയുന്നുണ്ട്, ഇതൊന്ന് മേടിച്ച് അകത്തേക്ക് വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേദയുടെ കയ്യിൽ പച്ചക്കറി കൊടുക്കാതെ മാഷ് അത് നിലത്ത് വെച്ചു. വേദ കുറച്ച് വിഷമത്തിലാണെങ്കിലും അതെടുക്കുമ്പോൾ അമ്മ ചോദിക്കുന്നത്, എന്താ അമ്മയെ വിശേഷം, എന്തിനാണ് അമ്പലത്തിലൊക്കെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അമ്മയും ശ്രീജിയും പറയുന്നുണ്ട്, ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണെന്ന് പറയുന്നുണ്ട്. വേദ ആണോ? അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് സദ്യ ഉണ്ടാക്കിയാലോ, നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞങ്ങൾ സദ്യ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാഷിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മാഷ് ദേഷ്യപ്പെടുന്നുണ്ട്. വെറുതെ അതേ ചിലവിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് മാഷ് പറയുന്നുണ്ട്, ഞാനൊരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് മേടിച്ച് വയ്ക്കുന്നത്, അത് ദീപാവലി വിളിച്ചിട്ട് ഇനിയിപ്പോൾ അതില്ലെന്ന് പറയാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്താണ് ചൂടാവുന്നത്. അങ്ങനെ മാഷ് അനിഷ്ടം പ്രകടിപ്പിക്കും. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇവിടെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ദൂരത്തടിക്കാനുള്ളതൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാൽ ഇതിൻ്റെ പിറന്നാളിൻ്റെ ചിലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മാഷ്ക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല. മാഷ് പറയുന്നുണ്ട്, പൈസയുടെ അഹങ്കാരം കാണിക്കേണ്ട, ഇവിടെ കാണിക്കേണ്ട, അത് വീട്ടിൽ പോയി കാണിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് വേദേനെ കുറച്ച് ഇങ്ങനെ താത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചിക്കും അമ്മയ്ക്കും അത് അത്രയ്ക്ക് ഇഷ്ടമാവണില്ല, അവർക്ക് വിഷമമുണ്ട്. പക്ഷേ നന്ദിനിക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, അത് ആസ്വദിക്കണം നന്ദിനി. എന്നിട്ട് അച്ഛൻ പോയി കഴിയുമ്പോൾ നന്ദിനി ചോദിക്കേണ്ടത്, അച്ഛനോട് പിറന്നാൾ ആഘോഷിക്കാൻ പറയുമ്പോൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ അതേ സ്ഥാനത്തുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് കുറച്ച് കുനിറ്റും കുശുമ്പും കുന്നായ്മയും കൂടുതലാണെന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞിട്ട് നമ്മുടെ വേദയും അവരൊക്കെ അകത്തേക്ക് കയറി പോവുകയാണ്. മാഷും ഭാര്യയും അമ്പലത്തിൽ പോകുന്ന വഴിയിൽ അവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. വീട്ടിൽ നടന്ന സംഭവങ്ങൾ വേണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെ അമ്മ പറയുന്നുണ്ട്. മാഷക്ക് പക്ഷേ അതൊട്ടും ഇഷ്ടമാവണില്ല. ഇതിനിടയ്ക്ക് വിക്രമിനെ ഉണർത്താൻ വന്ന വേദ ആദ്യം ജനലൊക്കെ തുറന്നിട്ട് വിക്രമിനെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. പക്ഷേ വിക്രം നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ വേദ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മുടെ കുറച്ച് കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ജഗ്ഗിൽ വെച്ച് കുടിവെള്ളം എടുത്തിട്ട് നേരെ നമ്മുടെ വിക്രമിൻ്റെ മുഖത്തോട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ ചാടി എണീറ്റ് വിക്രം പറ നിർത്താതെ തെറിവിളി അഭിഷേകം നടത്തിയിട്ടുണ്ട് നമ്മുടെ വേദേനെ. വേദ ചെവി കുത്തി പിടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു വിദ്യാസമ്പന്നനായ മനുഷ്യനല്ലേ, ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറാൻ, ഇങ്ങനത്തെ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ വകുപ്പും ചട്ടമൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രമിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 5 വർഷമെങ്കിലും അകത്ത് കിടക്കും, ആരും ജാമ്യത്തിലിറക്കാൻ വരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനായിട്ട് കുറേ കുസ്തി പിടിക്കുന്നുണ്ട്.
ഇത് കേട്ട് ഞെട്ടി നിൽക്കണ വിക്രം പറയണത് ഞാനതിന് സെക്ഷൽ ഹാരസ്മെൻറ്റ് അതിനും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴോട് തന്നോട് ഇങ്ങനത്തെ അസഭ്യ വർത്താനം പറഞ്ഞിരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദ. അപ്പോൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് വിക്രം ഒന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ വിക്രത്തിന് തന്നെ മനസ്സിലായി അത് വിക്രത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത്, അല്ലാണ്ട് വേദ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് അത് സ്വപ്നത്തിലായിരുന്നു എന്ന്. അപ്പോൾ വേദ ഇത്തിരി രസത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ സ്വപ്നമൊക്കെ കാണാറുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങനെ ആ സീൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് വേദ പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നത് നിങ്ങളെ തിരുമുഖം കാണാനൊന്നുമല്ല, അച്ഛനും അമ്മയും ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പുറകെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പറയാനാണ് ഞാൻ വന്നത്. ഇന്ന് അച്ഛൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ ഒന്ന് ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് എനിക്ക് കുളിക്കുകയും ചെയ്യുന്നൊക്കെ വേണ്ടിയിട്ട് കളിയാക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇത് കേട്ട വേഗം വിക്രം പോയി മുഖമൊക്കെ കഴുകുന്നുണ്ട്. പല്ല് തേച്ചിട്ടില്ല. അപ്പോൾ പല്ല് തേക്കണില്ലെന്ന് ചോദിക്കുമ്പോൾ വേദന കളിയാക്കുന്നുണ്ട്. നീ എന്നെ പല്ല് തേപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അതിന് വേറെ ആളെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദയോട് പറയുന്നുണ്ട് ഞാൻ വേദയുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, ജസ്റ്റിസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട് ഞാനും വരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനമ്മയുടെയും കാര്യം നോക്കാം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം വണ്ടി എടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ മറ്റുള്ളവർ തമ്മിൽ ഇത് ചർച്ചയാണ്. അപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ നിസ്സാരവൽക്കരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും നിലവും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ആരോ വിക്രമിൻ്റെ കാര്യം പറഞ്ഞ് അടുത്ത് വന്നോന്നോ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഇടിക്കാൻ നോക്കി അമ്മേനെ. അപ്പം അച്ഛൻ വലിച്ചിട്ട് അത് കാരണം രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ ചേട്ടൻ ഭയങ്കര നിസ്സാരമായിട്ട് പറയണ പോലെ തോന്നി. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അതത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നന്ദിനി പറയുന്നുണ്ട് അത് തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ വിക്രമിൻ്റെ ഗാങ്ങിലെ ആൾക്കാരാണ്, ശത്രുക്കളാണ്, നമ്മുടെ അമ്മേനെ ഉപദ്രവിക്കാൻ നോക്കിയെന്നുള്ളൊരു ഇതിലാണ് അവർ നിൽക്കണത്. ഇത് കേട്ട രണ്ടാമത്തെ ചേട്ടൻ ചതിച്ചു ദൈവമേ എന്നും പറഞ്ഞ് തലയിൽ കരുവെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതെന്താ അങ്ങനെയെന്നുള്ള ലെവലിൽ അദ്ദേഹത്തെ നോക്കി നിൽക്കണ ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.